ഹിറ്റ് മൂവി ഫ്രാഞ്ചൈസിലെ ഏറ്റവും പുതിയ മൂവിയായിട്ടുള്ള ഹിറ്റ് ദ തേർഡ് കേസ് കണ്ടായിരുന്നു. നൈസ് മൂവിയാണ്, അടിപൊളിയായിട്ടാണ് ഒരു മൂവി പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞ് വേറെ ലെവലായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര എൻഗേജിംഗ് ആയിട്ടുള്ള ഭയങ്കര ബ്ലഡ് ബാത്ത് ഒക്കെ നിറഞ്ഞൊരു മൂവിയാണെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള ഒരു പാറ്റേണിലൊക്കെ തന്നെയാണ് മൂവി കൊണ്ടുപോയിരിക്കുന്നത്. ഇപ്പോൾ ഹിറ്റ് 1 and 2 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുള്ള ഒരു മൂവിയാണ്. കാരണം ഇപ്പം ഹിറ്റ് 1 and 2 സ്റ്റോറി നോക്കുവാണെങ്കിൽ തന്നെ ആ ഒരു സ്റ്റോറി, ആ ഒരു ക്രൈം, ആ ഒരു കോണ്ടന്റ് ഒക്കെ കുറച്ചുകൂടി ഡീറ്റെയിലും അല്ലെങ്കിൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ആ ഒരു എൻഗേജിംഗ് ഫാക്ടറും ബാക്കിയുള്ള എലമെന്റ്സ് ഒക്കെ സിനിമയിൽ കൊണ്ടുവരിക്കുന്നത്. പക്ഷേ ഇതിലോട്ട് വരുമ്പോൾ സ്റ്റോറിനെക്കാളും ഒരു 2-3 സ്റ്റെപ്പ് മുന്നോട്ട് നിൽക്കുന്നത് ആ ഒരു ആക്ടറുടെ സ്റ്റാർഡമാണ്. കാരണം ഞാൻ പോലത്തെ ഒരു ആക്ടർ ഈ ഒരു ഹിറ്റ് യൂണിവേഴ്സിലോട്ട് വരുമ്പോൾ ആ സ്റ്റാർഡം പ്രോപ്പറായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ അത് വർക്കാവത്തില്ല. അതുകൊണ്ട് തന്നെ ഫാൻസിനും ബാക്കിയുള്ള എല്ലാ ഓഡിയൻസിനും കണക്ട് ആവുന്ന രീതിയിലാണ് സിനിമ കൊണ്ടുവരിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തന്നെ ആ ഒരു മൂവിയിൽ ഒരു കണ്ടന്റ് സംസാരിക്കുന്ന അതിനേക്കാളും കൂടുതലായിട്ട് ആ ഒരു ആക്ടറിന്റെ ആ ഒരു മാസ് എവല്യൂഷൻ സീക്വൻസ് ഒരുപാട് കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ ഭയങ്കര വയലന്റ് ആയിട്ടുള്ള ഒരു കോപ്പാണ്. സോ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരുപാട് സീക്വൻസ് ഈ സിനിമയിൽ കാണിച്ചു പോകുന്നുണ്ട്. ഭയങ്കര ബ്രൂട്ടൽ ആയിട്ടുള്ള സീക്വൻസ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. എനിക്ക് വലിയ ബ്രൂട്ടലായിട്ടോ കാര്യങ്ങളോ തോന്നിയില്ല. ഇപ്പം മാർക്കോ എൻ്റെ ഒരു മൂവി ഭയങ്കര ബ്രൂട്ടലാണെന്ന് പറഞ്ഞു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു വയലൻസ് ചെറുതായിട്ടൊന്ന് ഫീൽ ചെയ്ത് ആ ഒരു ലാസ്റ്റ് ക്ലൈമാക്സിലാണ്. അതുപോലെ തന്നെ ഈ മൂവിയിലും ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഒരു ബ്രൂട്ടലായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. കാരണം വളരെ സിമ്പിളായിട്ട് നമ്മൾ പല ഹോളിവുഡ് മൂവ്സിലൊക്കെ കാണുന്ന പോലെ തന്നെയാണ്. പക്ഷെ ആ ലാസ്റ്റ് ഉള്ള ഒരു കുറച്ച് ടൈമിലുള്ള ഒരു ബ്ലഡ് ബാത്തും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നൈസാണ്, കണ്ടുകൊണ്ടിരിക്കാൻ അടിപൊളിയാണ്. അങ്ങനെയാണ് ഈ സിനിമയുടെ ഒരു പാറ്റേൺ പോയിരിക്കുന്നത്. ആൻഡ് സ്റ്റോറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. നമ്മൾ ഹിറ്റ് 1 and 2 കണ്ടിട്ടുള്ളവർക്ക് അറിയാം ആ ഒരു മൂവിയുടെ അല്ലെങ്കിൽ ആ ഒരു ഫ്രാഞ്ചൈസിയുടെ പാറ്റേൺ എങ്ങനെയാണെന്നുള്ള കാര്യം. ഒരു കേസുണ്ട്, ആ ഒരു കേസ് ഇൻവെസ്റ്റിഗേഷൻ ആയിട്ട് ഒരു പോലീസ് ഓഫീസർ വരും, പുള്ളിക്കാരൻ അതിന്റെ സൊല്യൂഷനും അല്ലെങ്കിൽ ആ ക്രൈം സോൾവ് ചെയ്യും. അതാണ് ഈ ഒരു മൂവിയുടെ അല്ലെങ്കിൽ ഒരു ഫ്രാഞ്ചൈസിയുടെ ആ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഒരു മൂവിയിലോട്ട് വരുന്നത്. പക്ഷേ ഈ ഒരു മൂവിയിലോട്ട് മറ്റു 2 മൂവീസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള കുറച്ച് ചേഞ്ചസ് എന്ന് പറയുന്നത് ആ ഒരു ആക്ടർ അല്ലെങ്കിൽ സ്റ്റാർഡം കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ആൻഡ് സ്റ്റോറി വൈസ് നോക്കുവാണെങ്കിൽ തന്നെ കുറെ ആക്ഷൻ ബ്ലോക്കും അല്ലെങ്കിൽ കുറെ വയലൻസും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പാർട്ട് ഫ്രം ദ ക്രൈം അല്ലെങ്കിൽ അതിന്റെ സൊല്യൂഷനും അല്ലെങ്കിൽ ആ ക്രൈം സോൾവ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ആ ഒരു ആക്ടറിന്റെ സ്റ്റാർഡം ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കുറെ എലമെന്റ്സിൽ ആഡ് ചെയ്ത് പോകുന്നുണ്ട്. ആൻഡ് ഹിറ്റ് 3 കാണാനായിട്ട് ഹിറ്റ് 1 and 2 കാണേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഹിറ്റ് 3 എന്ന് പറയുന്നത് സ്റ്റാൻഡ് അലോൺ മൂവിയാണ്. ആ ഒരു മൂവീസ് കാണേണ്ട ആവശ്യമില്ല. ഈ ഒരു ഫ്രാഞ്ചൈസിൽ വരുന്ന സ്റ്റൈൽ എന്ന് പറയുന്ന ഓരോ പാർട്സിനും ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റോറിയും ഡിഫറെന്റ് ആയിട്ടുള്ള പോലീസ് ഓഫീസേഴ്സ് ആയിരിക്കും. പക്ഷെ എന്നാൽ ഈ ഒരു തൊട്ടുമ്പോൾ ഒരു മൂവീസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിനിമയിൽ ഒരു ചെറിയൊരു ക്യാമിയോ ഉണ്ട്. അത് വരുമ്പോൾ ആ ഒരു തിയേറ്റർ ഫുൾ ഇങ്ങനെ ഇളകി ഭയങ്കര ക്ലാപ്പൊടിയും വിസിലൊക്കെ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കണ്ടിട്ടില്ലെങ്കിൽ ഇത് ആരാടാന്ന് ചോദിക്കും. പക്ഷേ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് മനസ്സിലാകും. കാരണം കുറച്ച് ക്യാമിയോസും കുറച്ച് ഇവന്റ്സ് ഒക്കെ സംസാരിച്ച് പോകുന്നുണ്ട്. അതൊക്കെ അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ആൻഡ് അതുപോലെ തന്നെയാണ് പിന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ച അല്ലെങ്കിൽ ആ ഒരു സീക്വൻസ് വന്ന് ഭയങ്കര ഒരു എൻഗേജിംഗ് ഫീൽ കിട്ടിയെന്ന് പറയുന്നത് നമ്മൾ ഹിറ്റ് 2 ഇപ്പം ഹിറ്റ് 3 ആരാണ് വരാൻ പോകുന്നതെന്ന് ഒരു റെഫറൻസ് കാണിച്ചായിരുന്നല്ലോ. അതുപോലെ ഹിറ്റ് 3 കാണിക്കുന്നുണ്ട്. അടുത്ത ഇതിന്റെ പാർട്ടായിട്ടുള്ള മൂവി അതിൽ വരുന്ന ആക്ടർ ആരാന്നുള്ള കാര്യം അത് സ്പോയിലാണ്, ഞാൻ പറയുന്നില്ല. പക്ഷെ അത് നമുക്ക് നല്ല രീതിക്ക് അറിയുന്ന ഒരാളാണ്. പുള്ളിക്കാരന്റെ സ്ക്രീനിൽ കാണിക്കുമ്പോഴും പുള്ളിക്കാരന്റെ ഡയലോഗ് ആയാലും പുള്ളിക്കാരന്റെ ഒരു ആറ്റിറ്റ്യൂഡ് എല്ലാം കാണുമ്പോൾ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. കാരണം നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയുന്ന ഒരാളാണ്. ആൻഡ് ഈ ഒരു മൂവിയുടെ സ്റ്റോറിയിലോട്ട് വരുവാണെങ്കിൽ തന്നെ സ്റ്റോറി ടെല്ലിംഗ് ആയാലും പ്രസന്റേഷൻ ആയാലും എല്ലാം നൈസ് ആയിരുന്നു ടിൽ ഫസ്റ്റ് ഹാഫ്. കാരണം ഫസ്റ്റ് ഹാഫ് വരെ ഭയങ്കര ഒരു എൻഗേജിങ് ഫീൽ ഉണ്ടായിരുന്നു. ഓക്കെ, കുറെ കാര്യങ്ങൾ റിവീൽ ചെയ്യാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു മൂവിയുടെ കോണ്ടന്റ് സംസാരിച്ച ശേഷം എന്താണ് ഇതിന്റെ ബാക്കിലുള്ള ഒരു ബാക്ക് സ്റ്റോറി, ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണ്, ഇത് എവിടെ കൊണ്ട് നിർത്തും, അല്ലെങ്കിൽ എന്തിനൊക്കെയാണ് ഇത് കണക്ട് ചെയ്യുന്നത്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഫസ്റ്റ് ഹാഫിൽ കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് നൈസ് ആൻഡ് എൻഗേജിങ് ആയിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ ആ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു എൻഗേജിങ് ഫീൽ ഭയങ്കര നഷ്ടപ്പെട്ടു. കാരണം ഒരുപാട് ഇവന്റ്സ്, അതായത് ആ ഒരു സ്റ്റോറിയുടെ ആ ഒരു ഗ്രിപ്പ് മൂവ്മെന്റ് കൊണ്ട് എത്തിച്ചിട്ട് പിന്നീട് ആ ഒരു സെക്കൻഡ് ഹാഫിൽ കാണിക്കുന്ന പല കാര്യങ്ങൾക്ക് ഒരു കണക്ഷൻ ഇല്ലാത്ത പോലെ, അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫിലെ ഇവന്റ്സ് എത്തുമ്പോൾ തന്നെ ആ ഒരു ഗ്രിപ്പിംഗ് മൂവ്മെന്റ് ഒക്കെ ഭയങ്കര നഷ്ടപ്പെട്ട പോലെ എനിക്ക് പല ഏരിയാസിലും തോന്നി. കാരണം വേറെ ഒന്നുമല്ല, ഫസ്റ്റ് ഹാഫിൽ ഒരു എൻഗേജിംഗ് പോയിന്റ് വരെ കൊണ്ട് എത്തിച്ചിട്ട് സെക്കൻഡ് ഹാഫിൽ ആ ഒരു പോയിന്റ് കടക്കാൻ അവരെ കൊണ്ട് പറ്റിയില്ല. ആ ഒരു പോയിന്റിന്റെ താഴെയായിരുന്നു സെക്കൻഡ് ഹാഫിലുള്ള ബാക്കിയുള്ള സ്റ്റോറി നരേഷനും ആ ഒരു മൂവിയുടെ എക്സിക്യൂഷനൊക്കെ. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാഫിൽ കാണിക്കുന്ന പല ഇവന്റ്സും പല കാര്യങ്ങളും നമുക്ക് അത്രയ്ക്ക് പെട്ടെന്ന് കണക്ട് ആവില്ല. അല്ലെങ്കിൽ നമ്മൾ ആലോചിക്കും എന്തിനാണ് ഇതൊക്കെ കാണിക്കേണ്ട ആവശ്യം എന്ന് നമ്മൾ ചിന്തിക്കുന്ന രീതിയിലുള്ള ചില സീക്വൻസ് ഉണ്ട്. അതിന്റെ ആ ഒരു തേർഡ് ആക്ട് അല്ലെങ്കിൽ ആ ഒരു ഇവിടെ ക്ലൈമാക്സിൽ വരുന്ന ഒരു ബ്ലഡ് ബാത്ത് എന്ന് പറയുന്നത് നമ്മളിപ്പം ഒരു ഹോളിവുഡ് മൂവി ഉണ്ട്, ഹോസ്റ്റൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ റൈഡ്, അതുപോലെയൊക്കെ തന്നെയാണ് ഒരു വൺ മാൻ ഷോ പോലെ കാണിക്കുന്ന കുറച്ച് സീക്വൻസ് ഉണ്ട്. അതൊക്കെ നൈസ് ആണ്. അത് എനിക്ക് തോന്നുന്നു ആ ഒരു എൻറ്റയർ മൂവിയിൽ വയലൻസ് അവിടെ ഇവിടെയൊക്കെ ഉള്ളൂ. പക്ഷെ ആ ഒരു ലാസ്റ്റ് ആക്ട് അല്ലെങ്കിൽ ആ ഒരു ക്ലൈമാക്സ് പോർഷനിൽ വേറെ ലെവലായിട്ടുള്ള ഒരു വയലൻസ് ആണ്. എനിക്ക് ആ ഒരു ഏരിയ നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ആ ഒരു തേർഡ് ആക്ട് ഫുള്ള് നല്ല കിടിലൻ ബ്ലഡ് ബാത്ത് ആണ്. ബ്ലഡ് ബാത്ത് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കട്ടായി പോകുന്ന സീനൊന്നുമില്ല, സ്ലോ മോഷൻ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും, നമ്മളെ കാണിച്ചു തരും, ഇങ്ങനെ വെട്ടി മുറിച്ച് കീറി ഇടുന്നൊക്കെ കാണിച്ചു തരും. അതൊക്കെ നൈസ് ആയിരുന്നു കേട്ടോ. എനിക്ക് ആ ഒരു പോർഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെയാണ് കുറച്ച് ഏരിയാസ് ഉണ്ട് ഭയങ്കര ബ്രൂട്ടലായിട്ട്. ഇപ്പം എന്താ പറയാ, ഒരു ഹ്യൂമൻ ബോഡി ഇങ്ങനെ കീറി വെച്ചിരിക്കുകയായിരിക്കും, അങ്ങനെ സ്ലോ മോഷനിൽ അങ്ങനെ തുറന്ന് കാണിക്കും, ഓക്കെ അകത്ത് എന്താണ്, അങ്ങനെയൊക്കെയുള്ള ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ നൈസാണ്. വയലൻസ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ വയലൻസ് അല്ലല്ലോ. അതുകൊണ്ട് കുറച്ച് വയലൻസ് അങ്ങനെ കാണിക്കുന്നുണ്ട്, അതൊക്കെ നൈസാണ്. ഓവറോൾ മൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് നൈസായിട്ട് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു മൂവി. വയലൻസും ആക്ഷനും ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നല്ല രീതിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മൂവി തന്നെയാണ്. എന്നും പറഞ്ഞാൽ ഒരു ഹിറ്റ് 1 and 2 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ചേഞ്ചസ് മൂവിയിലുണ്ട്. ഈ ഒരു മൂവി ഇതിന്റെ ഒരു സ്റ്റൈലിൽ നൈസായിട്ട് തന്നെ അവർ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വേറൊരു കാര്യം എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ,
ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഭയങ്കര ഒരു എൻഗേജിങ് ഫീൽ അല്ലെങ്കിൽ ഭയങ്കര ത്രില്ലിംഗ് മൂവ്മെന്റോടെ ഇങ്ങനെ ഒരു ട്രാക്കിൽ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. പെട്ടെന്ന് ഒരു റൊമാൻസ് ട്രാക്ക് കയറി വരും. അതിന്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഈ ഒരു മൂവിയിൽ അതുപോലെ തന്നെയാണ്. ഒരു സൈഡിൽ ഭയങ്കര ഇൻവെസ്റ്റിഗേഷൻ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നതിന്റെ ഇടയ്ക്ക് ഒരു റൊമാൻസ് സീക്വൻസ്. അവിടെ അങ്ങനെ ഒരു സീക്വൻസ് പ്ലേസ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ആവശ്യമില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ഒരു റൊമാൻസ് വേണം, ഒരു 2 പാട്ട് വേണം, അല്ലെങ്കിൽ 2 കപ്പിൾസിന് വേണം എന്ന രീതിയിൽ കൊണ്ട് പ്ലേസ് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത്. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.